ഈ ചെറിയ രൂപകം കാണുവാൻ വേണ്ടി മനസ്സ് കാണിക്കുന്ന എല്ലാവർക്കും നന്ദി. ഈ വൈകിയ വേളയിലും ഞങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരുന്ന ബഹുമാന്യനായ തിരുമേനി, കറുകയിലച്ചൻ, മറ്റെല്ലാ വൈദികരുടെയും മുമ്പിൽ ഞങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കുന്നു. പരീക്ഷയിൽ അകപ്പെട്ടവർ അഥവാ മോംസ് കേന്ദ്ര വാർഷിക പരീക്ഷ 2013. ആശയം മിസ്സസ് ഏലിയാമ്മ ജേക്കബ്. രംഗത്ത് ശ്രീമതിമാർ ഏലിയാമ്മ ജേക്കബ്, മേരി ജോർജ്, ലീലാമ്മ വർഗീസ് പണിക്കർ, സ്മിത വർഗീസ്, ബിന്ദു അലക്സ്, മെർലിൻ മാത്യു, ലിസി ജോർജ്. സർവശ്രീ ഡോക്ടർ ഉമ്മൻ പി മാത്യു, ഡോക്ടർ തോമസ് മാത്യു. ചമയം ശശി പൂജപ്പുര. സാങ്കേതിക സഹായം ദിലീപ്, ഡോക്ടർ സജീഷ്, അജയ് മാത്യു. ആവിഷ്കാരം ഡോക്ടർ തോമസ് മാത്യു നർമ്മകൈരളി. പരീക്ഷയിൽ അകപ്പെട്ടവർ അഥവാ വാർഷിക പരീക്ഷ 2013. നാടകം ആരംഭിക്കുന്നു. അയ്യോ, നാളെ എനിക്ക് പരീക്ഷയാ. അയ്യോ, ഞാൻ എങ്ങനെ എഴുതുമെന്ന് ഒന്നും ഓർമ്മ നിൽക്കുന്നില്ലല്ലോ എൻ്റെ കർത്താവേ. എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിഞ്ചിറകാല മറച്ചു പരീക്ഷയിൽ നിന്നെന്നെ കാക്കണമേ. ഒളിവായി നോക്കിയിടാതെ എൻ്റെ കണ്ണുകളെ നീ കാക്കണമേ, വഞ്ചനകൾ കാതടിയൻ്റെ കാതുകളെയും കാക്കണമേ. പാട്ടൊരു ഇത് അറിയാമെന്ന് തോന്നുന്നു. ഈ വീട്ടിലാണ് ഒരു മനുഷ്യർക്ക് എനിക്ക് പരീക്ഷയാണെന്നുള്ള ഒരു വിചാരവും ഇല്ല. എവിടെ പോയി കിടക്കുന്ന ഇവിടുത്തെ മോനെ? ഇവിടെ മോനെ ജോർജൂട്ടിയെ, ഇങ്ങോട്ടൊന്ന് കയറി വന്നേ. നീ എവിടെ പോയി കിടക്കുമായിരുന്നു ഇത്രയും നേരം? അമ്മയുടെ അമ്മായിയമ്മ, അതായത് എൻ്റെ വല്യമ്മച്ചി ആശുപത്രി കിടക്കുകയല്ലേ. ഇനിയിപ്പോ രാത്രി സാധനം എല്ലായിട്ട് പോകണം. ഇതെന്തോ ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ടിരിക്കുന്നത്? ചേട്ടാ, നീ എന്നോടൊന്ന് ചോദ്യമൊക്കെ ഒന്ന് ചോദിയില്ല. എനിക്ക് ഒന്നും അങ്ങോട്ട് ഓർമ്മ നിൽക്കുന്നില്ല. ആന്നു നാളെ അല്ലയോ? ആന്നു. നമുക്ക് അടുത്ത വർഷം എഴുതാം. അല്ല, അത് പറ്റത്തില്ല. ഈ വർഷം തന്നെ എഴുതണം. സ്വന്തം അമ്മായിയമ്മ ആശുപത്രി കിടക്കുമ്പോ പരീക്ഷ എഴുതണം? ഇല്ല, അതൊന്നും സാരമില്ല. നീ അങ്ങോട്ട് ചോദ്യം ചോദിച്ചാ എന്നോട്. ചോദ്യമൊക്കെ ഒന്ന് ചോദിച്ചാ എന്നോട്. വാക്യം ചോദിക്കട്ടെ? വാക്യം ചോദിച്ചേ. ചോദ്യം എബ്രായർ 2:16. 2:16 അല്ലയോ? ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിനെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ഇങ്ങനെ പറഞ്ഞാലേ ഗബ്രിയേൽ തിരുമേനി പോലും സംരക്ഷണം തരൂല. എന്തോ അബ്രഹാമിന്റെ സന്തതിയാ സംരക്ഷണം. അങ്ങനെയാണോ? അയ്യോ, തെറ്റിപ്പോയി. അടുത്ത ചോദിക്കാം, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒറ്റ വാക്യത്തിൽ ചോദിക്കാം. മാമോദീസ ക്രമം ഉണ്ടാക്കിയത് ആര്? അതെനിക്കറിയാം. കുറിയാക്കോസ്. അത് അമ്മായിപ്പന്റെ പേരില്ലയോ? അല്ലല്ല, ക്ലിമ്മീസിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഇത് ശരിയാവത്തില്ല. പിന്നെ ആരാ ഇത്? നമ്മുടെ പള്ളിയുടെ നേരെ എതിരെയുള്ള എന്തുവാ? ബാർ എബ്രായ എന്നാണ് ഉത്തരം. സാധാരണ മാമോദീസ കഴിഞ്ഞാൽ നേരെ ബാറിലോട്ടല്ലേ കയറുന്നത്. അത് ഓർത്ത് പോയി. ഇങ്ങനെയൊക്കെയാ ഞങ്ങൾ പരീക്ഷിക്കുക. ബാർ എബ്രായ. എന്നാൽ നീ പൂരിപ്പിക്കാനുള്ളതൊന്ന് ചോദിച്ചു. പൂരിപ്പിക്കാനുള്ളത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷ് ഇല്ല. രക്ഷയില്ല. അമ്മയ്ക്കും രക്ഷയൊന്നുമില്ല. അതല്ല ഉത്തരം. വിമോചനമില്ല എന്നാണ്. വിമോചനം. അങ്ങനെയാണോ ഉത്തരം? ഞാൻ പറഞ്ഞില്ല. വേണ്ട വേണ്ട, അടുത്ത വർഷം ആക്കത്തില്ല. ഞാൻ ഈ വർഷം തന്നെ പുസ്തകം എഴുതാ. നീ പഠിപ്പിച്ചത് മതി. അമ്മച്ചി അവിടെ ആശുപത്രി കിടക്കുക. 10-90 ആയ ആളാ. എന്തേലും ഒന്ന് ചെയ്യാന്ന് വിചാരിച്ച ഇങ്ങനെ നിൽക്കാതെ ആ മരുന്നൊക്കെ കഴിച്ചു. മോനെ, എനിക്ക് പ്രഷർ കൂടുന്നു. നാളെ ഞാൻ എന്തോ എഴുതുമെന്ന് ഓർത്തിട്ട് എന്റെ പ്രഷറിന്റെ ഗുളിക ഇങ്ങനെ എടുത്തോണ്ട് വന്നേ. വയസ്സുകാലത്ത് ഇവിടെ ഇരിക്കാൻ. അയ്യോ, ഇതെന്തോ ഇത്? ഇത്രയും മരുന്ന്. അയ്യോ, ഇതിലേതാ പ്രഷറിന്റെ മരുന്ന്? ഇത് മാത്രമേ ഉള്ളു പ്രഷറിന്റെ. ബാക്കി എല്ലാം പരസ്യം കണ്ട് വാങ്ങിച്ചതാ. സന്തോഷ് ബ്രഹ്മി, ജ്യോതിഷ് ബ്രഹ്മി. ഇതെന്തിനാ? ഇത് ബുദ്ധി വർദ്ധിക്കാന്. ആണോ? അപ്പൊ ഇതെന്തോ? ഇത് പഞ്ചജീരക കൂടം. ശക്തി വർദ്ധിക്കാന്. പരീക്ഷ കൂടാൻ പോവാന്നോ നാളെ? കളിയാക്കാതെ. ഇതൊക്കെ കഴിച്ചോണ്ടിരുന്നാ മതി. നമുക്ക് അടുത്ത വർഷം എഴുതാന്നേ. നീ ഇനി എന്നാ പറഞ്ഞാലും ഞാൻ ഈ വർഷം പരീക്ഷ എഴുതും. കതിരെ വളം വെച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പണ്ട് കാലങ്ങളിലെ ആൾക്കാർ പറയാറ്. ഇത് കച്ചിയല്ലേ? എന്തിനാ മനുഷ്യ വെറുതെ കഷ്ടപ്പെടുന്നേ? കച്ചിയെന്ന് അമ്മായിയമ്മയെ കച്ചിന്നൊന്നും വിളിക്കല്ലേ. തുറവെന്നെങ്കിലും വിളി. നെഗളിച്ചോടി നെഗളിച്ചോ, നാശത്തിനു മുമ്പേ ഗർവം,
വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം എന്ന. സദൃശ്യവാക്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നു. 16:18. കേട്ടോ, അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു, അവളുടെ കാലുകൾ പാതാളത്തിലേക്ക് ഓടുന്നു. 5:5 എല്ലാ സദൃശ്യവാക്യങ്ങൾ കറക്റ്റായിട്ട് അറിയാമല്ലോ. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. വിവേകമില്ലാത്ത സുന്ദരി പന്നിയുടെ മൂക്കിലെ മൂക്കുത്തി പോലെയുള്ളൂ. അയ്യോ 18:26. അമ്മ ആ പറഞ്ഞ കറക്റ്റായിട്ടോ, എനിക്ക് തന്നെ തോന്നാറുണ്ട് പന്നിയാണെന്ന്. ഈയിടെ നിനക്കും തോന്നുന്നുണ്ടല്ലേ? ഷണ്ട കൂടുന്ന സ്ത്രീയോടുകൂടി ഒരു വീട്ടിൽ പാർക്കുന്നത് നല്ലത് വീടിന്റെ മേൽക്കൂരയിൽ പോയി പാർക്കുന്നതാ. നീ എവിടാണെന്ന് വെച്ചാ പോയി പാർക്കിടി. വീടിന്റെ മേൽക്കൂരയിലോ പുരപ്പുറത്തോ എവിടാന്ന് വെച്ചാല് നിനക്കിപ്പോ അതല്ലയോ വേണ്ടിയത്. ഇത് ഏത് വാക്യം? ഇത് ബൈബിളിലുള്ള വാക്യമല്ല. പിന്നെ ദേവി ഇതൊന്നും അടങ്ങ്. ഒരു അമ്മ ആശുപത്രി കിടക്കുമ്പോൾ ഇങ്ങനെ വേണോ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? നമുക്ക് ആശുപത്രിയിലോട്ട് പോകാം. സദൃശ്യവാക്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എബ്രായർ ഇന്ന് പഠിച്ചാൽ പോരെ? പഠിക്കാനും സമ്മതിക്കത്തില്ല. ഞാൻ പരീക്ഷയില് 1ാം സ്ഥാനം കിട്ടാതിരിക്കാനുള്ള വിളച്ചിലാ ഇവിടെ. അത് തന്നെ. സാത്താനെ പുറത്തു പോകും. സാത്താനെ പുറത്തു പോകും. ഞാൻ ഇത് തന്നെ കേൾക്കണം. നീതിമാന് ഭൂമിയിൽ പ്രതിഫലം ഇതാണെങ്കിൽ ദുഷ്ടനും പാപിക്കും എത്രയധികം. എന്നെ പാപി വിളിക്കുന്നു, എന്നെ പാപി എന്ന് വിളിക്കുന്നു. യഥാർത്ഥ ഓർത്തഡോക്സ് ഭവനം അമ്മയും മകനും മരുമകളും കൈവസൂരി കൊടുത്തുകൊണ്ട് സദൃശ്യവാക്കിൽ ഉരുവിടുന്നു. എന്ത് നല്ല ഭവനം. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അച്ഛാ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ആഴ്ചയിൽ ഇങ്ങനെ ആശീർവാദം മാറ്റുന്ന എന്തിനാ? പുതിയ കൽപ്പന വന്നു. ഇതാ ഇനി ആശീർവാദം ആണോ? ഒരു കാര്യം ചെയ്യാം, ഇവർ രണ്ടുപേരും അത് പഠിച്ചു. ഇനി വല്ല മാറ്റം ഉണ്ട് അതോടെ കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചാൽ പോരെ? മതി മതി. അച്ഛാ ഒരു കാര്യം, ഈ രാത്രി 9-9 ആകുമ്പോ എന്തിനെങ്കിലും വീട്ടിലൊക്കെ വരുന്നേ? ഒരുപാട് വീടുകൾ കയറാൻ. എന്താ അച്ഛാ പ്രശ്നം? ജോർജ് കുട്ടി, ജോർജ് കുട്ടി, നാളെയാണല്ലോ മർത്തമറിയ സമാജത്തിന്റെ പരീക്ഷയാണ്. പരമാവധി ആളുകളെ പങ്കെടുപ്പിക്കണം. ഏറ്റവും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുന്നവർക്ക് ട്രോഫി ഉണ്ട്. കഴിഞ്ഞ വർഷം ഒരു ആളിന്റെ കുറവ് കൊണ്ടാണ് നമുക്ക് അന്ന് പോയത്. അതുകൊണ്ട് ഈ വർഷം പരമാവധി ആളുകളെ ജോർജ് കുട്ടി മനസ്സ് ഇല്ല. അതുകൊണ്ടല്ലേ വേണ്ട വീട്ടിൽ ആശുപത്രിയിൽ ആള് കിടന്നിട്ടും വേണ്ട എന്റെ വയസ്സായ അമ്മച്ചി ഇതാ പഠിക്കുമായിരുന്നില്ല. അതുപോലെ പിന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷമേ ആരാ 1ാം സമ്മാനം വാങ്ങിച്ചത്? മോളിക്കുട്ടിയില്ലേ? അതെ, മോള്. അതാണ് എന്റെ ഒരു മനസമാധാനം. അതാ എന്റെ ഒരു മനസമാധാനക്കേട്. ഒരു കാര്യം ചെയ്യാം, ഈ തവണ എന്തായാലും അമ്മ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അമ്മച്ചി പങ്കെടുക്കണം, ഉറക്കുളച്ചിരുന്ന് പഠിച്ച് ഫസ്റ്റ് മേടിക്കണം. പിന്നെ ഒരു കാര്യം അച്ഛൻ ഇപ്പൊ കാപ്പി ഒന്നും തരാൻ സമയമില്ല. നമ്മുടെ അമ്മച്ചി ആശുപത്രി കിടക്കുന്നോണ്ടേ അവിടെ പോകണം. ഇദ്ദേഹമാണ് കൂട്ടിരിക്കുന്നത്. അച്ഛൻ അധികം കറങ്ങി നടക്കാതെ വീട്ടിൽ പോച്ചാ. 7 വീട്ടിൽ പോകണം. ആന്റി നമ്മുടെ സൺഡേ സ്കൂളിലെ ഹെഡ്മിസ്സസ് ഒരു കാര്യം പറയാനുണ്ട്. കൽപ്പന വായിച്ചത് കേട്ടായിരുന്നോ? ഞാൻ കേട്ടില്ല. 12ാം ക്ലാസ് പാസ്സാകാത്തവർ ഇനി സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണോ? ആന്റി പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സേ ഉള്ളൂ. അന്ന് 8 ഒക്കെ ഉള്ളൂ. പക്ഷെ 12 പാസ്സായില്ലെങ്കിൽ ആന്റിയുടെ കാര്യം. എന്തോ ചെയ്യും? ഈ പരീക്ഷ 1ാം റാങ്ക് മേടിക്കാമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നിലയില് തുടരാം. അല്ലെങ്കിൽ മോളിക്കുട്ടി 12 പാസ്സായതാണ്, മർത്തമറിയ സമാജത്തിന്റെ ഫസ്റ്റ് റാങ്ക് കിട്ടിയതാണ്. മോളിക്കുട്ടിയെ ഹെഡ്മിസ്സസ് ആക്കിയാലോ എന്നൊരു ചിന്തയും കൂടെ ഉണ്ട്. അയ്യോ, അത് എനിക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ആന്റി ഇരുന്ന് പഠിച്ച് നാളെ 1ാം റാങ്ക് മേടിക്കാൻ നോക്ക്. അപ്പൊ ഞാൻ എന്താ പോട്ടെ? അയ്യോ അച്ഛാ, എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. സംശയം വരുന്നത് പഠിത്തത്തിന്റെ ലക്ഷണമാ. ധൈര്യമായിട്ട് ചോദിച്ചോ. എബ്രായ ലേഖനം അല്ലയോ? ചോദിച്ചോ. അല്ല, വേറൊന്ന നമ്മളെ ഈ കോപ്പി എങ്ങാനും അടിച്ചാല് കുമ്പസാരിക്കണോ അതോ ഹൂസോയെ ബാധിച്ചാ മതിയോ? എന്തോ ആന്റി സംശയം തോന്നാൻ കാര്യം? അല്ല, അങ്ങനെ ചെയ്യും വല്ലതും വന്നാല്. അല്ല, അങ്ങനെ സംശയം വരാൻ കാര്യം എന്താണ്? അല്ല, നമ്മുടെ ഈ പാവങ്ങളുടെ പട്ടിയെ കോപ്പിയടി പറയുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇത് ഞാനേ തിരുമേനിയോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പം ആന്റി ഉറക്കുളച്ചിരുന്ന് പഠിച്ച് പരീക്ഷയ്ക്ക് റെഡിയാകും. അപ്പൊ നാളെ പരീക്ഷ. ശരി, പോട്ടെ. രാത്രി മുഴുവൻ ഞാൻ പഠിത്തമായിരുന്നു. നീ 8 വീട്ടിൽ കയറണം. ചെന്നാട്ടെ അച്ഛൻ, എന്നാ ചെന്നാട്ടെ. അങ്ങനെ ആ കാത്തിരുന്ന പരീക്ഷാ ദിവസവും വന്നു. ഓർത്തഡോക്സ് സുറിയാനി മർത്തോറിയ വനിതാ സമാജത്തിന്റെ മത്സര പരീക്ഷ ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് ഹോളിലേക്ക് പ്രവേശിക്കണം. പഠിച്ചതൊക്കെ മതി, പറഞ്ഞത് കേട്ടില്ലേ? ബുക്കെല്ലാം അവിടെ
ഇത്. I am very strict. You know it. എന്തുവാ ചിന്നമ്മേ പരീക്ഷയാണെന്നും പറഞ്ഞു കുളിക്കാനും നനയ്ക്കാനും നേരമില്ലയോ? ഓ അതൊന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ കൂട്ട് ഞാൻ തലമുടിയൊക്കെ മുറിച്ചിട്ടതാ. മോഡേൺ ആയത്. ആ മോഡേണാ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഇരുന്നോട്ടെ. എന്താ പ്രശ്നം? എന്താ 27 വരെ ഉള്ളൂ. 27 പള്ളി 27 ഉണ്ട്. തീകാര്യം പള്ളി ഇപ്രാവശ്യം നമുക്ക് പാരയായിരിക്കും. എന്താ ചെയ്യും? എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം ഒരാളിനെ. ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിച്ച് ഞാനിപ്പോ ഉത്സാഹിച്ചാലും 10-18 കൊല്ലം കഴിയാതെ ഒരാൾ വരുമോ അച്ചോ? എങ്ങനെയെങ്കിലും ജോർജ് കുട്ടി ഒന്ന് ഉത്സാഹിക്കണം. ഞാൻ നോക്കട്ടെ അച്ചോ. ഞങ്ങൾ വരണോ? ഞാൻ നോക്കാം. അച്ഛനൂടെ വന്നാട്ടെ. അയ്യോ, ചേരുമ്പടി ചേർക്കാനുള്ളതെല്ലാം ചേർത്തിട്ട് ഒരു ഉത്തരം ബാക്കി കിടക്കുന്നുണ്ടല്ലോ. അതിനി എന്നാ ചെയ്യും? ആ അത് അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ എടുക്കാം ഇല്ലയോ? അച്ഛൻ പ്രത്യേകം പറഞ്ഞതാ ഒന്നും ബാക്കി വെച്ചേക്കല്ലെന്ന്. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് വരുന്നുണ്ട്. വാ 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 വാ. ഇത് ഒക്കും ടീച്ചറെ. ഇത് സൂപ്പർ സീനിയറാ. റാഹേൽ അമ്മ 90 വയസ്സ്, എന്റെ വല്യമ്മയാ, ലിസ്റ്റിലുണ്ട്. ഇതുകൂടെ ചേർത്താലേ ഞങ്ങളുടെ ഇടവകയെന്നാ പഠിച്ചതാ, എല്ലാം പഠിച്ചതാ. എഴുതാൻ സമ്മതിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ തന്നാട്ടെ. അപ്പൊ അച്ഛൻ ഇവിടെ നിൽക്കുന്നോ? അച്ഛൻ വേറെ ആണോ? എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാം. മോളിക്കുട്ടി നീ വാ. ഒരാളുടെ സഹായം ഇല്ലാതെ അമ്മച്ചിക്ക് പരീക്ഷ എഴുതാൻ പറ്റൂല. ടീച്ചർ വെറുതെ നിൽക്കാതെ ഈ ട്രിപ്പ് ഒന്ന് പിടിച്ചു കൊടുക്കും ടീച്ചറെ. ആ ബാഗൊക്കെ കൃത്യമായിട്ട് കിടക്കണേ. അമ്മച്ചി നന്നായിട്ട് എഴുതണേ കേട്ടോ. അച്ചോ 28ആയി. നമുക്ക് തന്നെ ട്രോഫി. ഞങ്ങൾ വെളിയിലാ നിൽക്കുന്നത്. വെളിയിൽ ഞങ്ങൾ നിൽക്കും. ഇവിടെ കിടന്ന് വലിക്കാതെ വീട്ടിലെങ്ങാനും കിടന്ന് വലിച്ചാൽ പോരായിരുന്നോ? ചുമ്മാ എന്നെ ബുദ്ധിമുട്ടിക്കാൻ വന്നേക്കുക. ഞാൻ ചെറിയ പരീക്ഷ എഴുതാൻ വന്നതാ. അമ്മച്ചി നോക്കിയും കണ്ടുമൊക്കെ എഴുതിയാട്ടെ. അത് അടുത്ത വർഷം വന്ന് എഴുതുമായിരിക്കും. മർത്തമറിയ സമാജത്തിന്റെ 2ാമത്തെ ജനറൽ സെക്രട്ടറി. മർത്തമറിയ സമാജത്തിന്റെ 2ാമത്തെ ജനറൽ സെക്രട്ടറി. 2ാമത്തെ പ്രസിഡന്റോ? ഓഹോ, ഈ പൊട്ടന് ചെവിയും കേൾക്കത്തില്ല. 2ാമത്തെ ആരാ? ജനറൽ സെക്രട്ടറി. 2ാമത്തെ ജനറൽ സെക്രട്ടറിയോ? മർത്തമറിയ സമാജത്തിന്റെ ആരാച്ചോ? അച്ഛൻ പറയുന്നു. ബാറയ്ക്കുമോർ അതായിരിക്കും. മർത്തമറിയ സമാജത്തിന്റെ 2ാമത്തെ ജനറൽ സെക്രട്ടറി. അയ്യോ, അത് ഞാനല്ല മോളെ. ഞാൻ ചെയ്തിട്ടില്ല മോളെ.
എനിക്കൊന്നും കേൾക്കണ്ട. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷ് ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഇന്നലെ ഞാൻ ഡാഷ് ഇല്ല. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ ഡാഷ് ഇല്ല. എന്തോ അച്ചോ ഈ ഡാഷ് അന്ന് പറഞ്ഞ വിമോചനം ഇല്ല. അച്ഛൻ അറിയാം, വിമോചനം ഇല്ല, വിമോചനം ഇല്ല. അത് തന്നെ. പരീക്ഷ എഴുതിയത് ഇത്രയും നേരം. ഇതാ ബ്ലൂടൂത്ത്. ഇത് വെച്ച് ആ പരീക്ഷ എഴുതിയത്. ഇത് വെച്ച് ചോദ്യങ്ങൾ മോനോട് ചോദിക്കും. പുന്നാര മോൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും. സുഖമായിട്ടിരുന്ന് എഴുതുക പരീക്ഷ. ഇതാണ് ന്യൂ ജനറേഷൻ കോപ്പി എഴുതി. അയ്യോ, ഇതല്ലാതെ എനിക്ക് വേറെ മാർഗമില്ല. അച്ഛൻ പറഞ്ഞു ശ്രീ സമാജത്തിന്റെ പരീക്ഷയ്ക്ക് ഫസ്റ്റ് കിട്ടിയില്ല, എന്നെ ഹെഡ് മിസ്റ്റർ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന്. അയ്യോ, എനിക്ക് തലയിറങ്ങുന്നു. അയ്യോ, എനിക്ക് തലയിറങ്ങുന്നു. അയ്യോ, അമ്മയുടെ മോമൻ കിട്ട് വെറുതെ ആശിപ്പിക്കല്ലേ അമ്മേ. അയ്യോ, ഓടി വരണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ അമ്മ, അമ്മേ, അയ്യോ എന്റെ അമ്മേ, അമ്മയ്ക്ക് എന്തോ പറ്റി? അച്ചോ, അച്ഛൻ ഇങ്ങനെ നോക്കാതിരിക്കാതെ ബാക്കിയുള്ള ഏർപ്പാട് പള്ളി മണിയടിക്കാൻ നോക്കച്ചോ. അയ്യോ, അപ്പോ അന്നേക്ക് ഒരൊറ്റ മോളിക്കുട്ടി ഒരു മാർഗേ ഉള്ളൂ. അമ്മച്ചിയെ പിടിച്ച കസേരയിലോട്ട് നേരെ ഐസിയുണ്ട്, എന്തായാലും ബെഡ് ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാ. അയ്യോ, ഐശ്വര്യ തന്നെ എന്നെ കിടത്തിയാ മതി. 2 ആഴ്ച എനിക്ക് അവിടെ കിടക്കണം. എനിക്കിനി അവിടെ മുഖം കാണാൻ വയ്യായേ. നമുക്ക് ആള് കഴിഞ്ഞില്ലേ, ഓട്ടോ പിടിച്ചു പോരെ. പരീക്ഷയുടെ സമയം കഴിഞ്ഞു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഉള്ളൂർ ട്രിനിറ്റി പള്ളിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ വീണ്ടും.